ഡിയർ സ്റ്റുഡൻസ്, KTU BTech Let 2025 ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് LBSന്റെ വെബ്സൈറ്റിലൂടെ കോളേജ് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തത് 19/6/2025. കോളേജ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 24/6/2025. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങളെ കോളേജ് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാനുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ കോളേജ് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമുക്ക് കേരളത്തിൽ 4 ടൈപ്പ് എഞ്ചിനീയറിംഗ് കോളേജുകളാണുള്ളത്. അതിൽ ഒന്ന് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകൾ. നമുക്ക് കേരളത്തിൽ 9 ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകളാണുള്ളത്. ഈ കോളേജുകളിലൊക്കെ ടോട്ടൽ സീറ്റിൻ്റെ 10% സീറ്റ് സെക്കൻഡ് ഇയർ ആകുമ്പോൾ BTech Let സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യും. അപ്പോൾ ആ സീറ്റിലോട്ടാണ് നമ്മളിപ്പോൾ കോളേജ് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഫസ്റ്റ് ഇയറിൽ വേക്കൻ്റ് ആയി കിടക്കുന്ന സീറ്റുകളും കൂടെ ഉണ്ടാവും. പിന്നെ നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളാണ്. കേരളത്തിൽ നമുക്ക് 3 എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളാണുള്ളത്. ഇനി ഇതിൽ മൂന്നാമത്തെ ടൈപ്പ് കോളേജ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജുകളാണ്. അപ്പോൾ അതിൽ IHRDയുടെ അണ്ടറിലുള്ള കോളേജുകളുണ്ട്, അതേപോലെ KEIPന്റെ അണ്ടറിലുള്ള കോളേജുകളുണ്ട്, LBSന്റെ അണ്ടറിലുള്ള കോളേജുകളുണ്ട്. അപ്പോൾ ഈ കോളേജുകളിലോട്ടും ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഫീസ് കൂടുതലാണ്. ഇവിടെ നമ്മൾ പറഞ്ഞ് 2 ടൈപ്പ് സീറ്റ് ഉണ്ട്, മെറിറ്റ് സീറ്റും ഉണ്ട്, മാനേജ്മെൻറ്റ് സീറ്റും ഉണ്ട്. അപ്പോൾ ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ കിട്ടുന്നവർക്ക് 35,000 മുതൽ 40,000 വരെ ഫീസ് വരും, ട്യൂഷൻ ഫീസ് മാത്രം. മാനേജ്മെൻറ്റ് സീറ്റ് ആണെങ്കിൽ 65,000. പിന്നെ നമുക്ക് വരുന്ന നാലാമത്തെ ടൈപ്പ് കോളേജുകൾ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജുകളാണ്. അപ്പോൾ ഈ കോളേജുകളിലോട്ടൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ LBSന്റെ വെബ്സൈറ്റിലൂടെ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കോളേജുകളിൽ അവൈലബിൾ ആയിട്ടുള്ള സീറ്റ് വാക്കൻസീസിൻ്റെ PDF ഇപ്പോൾ LBSന്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇതിൽ നോക്കിയാൽ നമുക്ക് കാണാം. ഫസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം CET ഗവൺമെൻറ് കോളേജാണ്. ഇവിടെ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗിന് അലോട്ട്മെൻറ്റിന് അവൈലബിൾ ആയിട്ടുള്ളത് 6 സീറ്റാണ്. ഗവൺമെൻറ് കോളേജ് ആയതുകൊണ്ട് ഫീസ് വരുന്നത് നമുക്ക് 6,300 ആണ്. ഇതിൻ്റെ കൂടെ ചേരുന്ന സമയത്ത് കുറച്ച് ഫീസുകളും കൂടെ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. ഇനി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം CETയിൽ സിവിൽ എഞ്ചിനീയറിംഗിന് 13 സീറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ 12 സീറ്റ് എന്ന് പറഞ്ഞാൽ ലെറ്റ് സ്റ്റുഡൻസിന് ഓൾറെഡി ഉള്ള ഫസ്റ്റ് ഇയറിൻ്റെ 10% ആണ്. പിന്നെ ഒരു സീറ്റും കൂടെ ആഡ് ആയിട്ടുണ്ട്, അതായത് ഫസ്റ്റ് ഇയറിൽ വേക്കൻ്റ് ആയി കിടന്ന സീറ്റ്. അപ്പോൾ അതും കൂടെ നമുക്ക് ഈ ഒരു PDF നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന കോളേജിൽ നിങ്ങൾ ചേരാൻ ഉദ്ദേശിക്കുന്ന കോഴ്സിൻ്റെ സീറ്റ് ഡീറ്റെയിൽസ് ഇതിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇത് LBSന്റെ വെബ്സൈറ്റിൽ ഈ ഒരു PDF അവൈലബിൾ ആണ്. ഇനി ഇതിൽ ഗവൺമെൻറ് കോളേജുകൾ കഴിഞ്ഞാൽ പിന്നെ എയ്ഡഡ് കോളേജുകളിലെ സീറ്റ് ഡീറ്റെയിൽസും കാണാം. പിന്നെ അതേപോലെ അപ്പോൾ ഗവൺമെൻറ്റിലും എയ്ഡഡിലും നമുക്ക് ഫീസ് ഗവൺമെൻറ് ഫീസാണ് വരുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് കോസ്റ്റ് ഷെയറിംഗ് കോളേജുകളുണ്ട്. ഇപ്പോൾ കോസ്റ്റ് ഷെയറിംഗ് കോളേജിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അടൂര്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇവിടെ ഇപ്പോൾ ഡാറ്റ സയൻസിന് 4 സീറ്റാണ്. അപ്പോൾ ട്യൂഷൻ ഫീ ഇവിടെ 40,000 ആണ് മെറിറ്റ് സീറ്റിന് വരുന്നത്. ഇതിൽ മാനേജ്മെൻറ്റ് സീറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ഫുൾ ഫീ എന്ന് പറഞ്ഞിട്ട് കാണാം. കോസ്റ്റ് ഷെയറിംഗിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് 2 ടൈപ്പ് സീറ്റ് ഉണ്ട്, മെറിറ്റ് സീറ്റും മാനേജ്മെൻറ്റ് സീറ്റും. അപ്പോൾ ഇവിടെ ഈ ഫുൾ ഫീ എന്ന് പറഞ്ഞ് കൊടുത്തതാണ് മാനേജ്മെൻറ്റ് സീറ്റ്. ഇവിടെ 65,000 ആണ് ആ ഒരു സീറ്റിന് ഫീസ് വരും. ഓക്കെ, പിന്നെ അതേപോലെ പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജുകളുടെ ലിസ്റ്റും ഇതിനകത്ത് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കോളേജ് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക കോളേജും കോഴ്സൊക്കെ വെച്ചിട്ട്. ഇതിൽ ടോപ്പ് ഗവൺമെൻറ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ലിസ്റ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇതിൽ ഫസ്റ്റ് റാങ്കിൽ വരുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം CET ആണ്. സെക്കൻഡ് റാങ്ക് വരുന്നത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ. തേർഡ് റാങ്ക് വരുന്നത് TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലം. അപ്പോൾ ഈ ഒരു ഓർഡറിൽ തന്നെ ഓപ്ഷൻസ് കൊടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ ദൂരം നോക്കുന്നവരുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ആ ഒരു അറേഞ്ച്മെൻറ്റിൽ വ്യത്യാസം വരുത്തുക. എപ്പോഴും നല്ല കോളേജുകൾ ആദ്യം തന്നെ കൊടുക്കുക. നമ്മൾ കുറച്ച് ദൂരം പോയി പഠിച്ചാലും നമുക്ക് നല്ല കോളേജിൽ പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ്, അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടാവും. പിന്നെ അത് എന്തായാലും എനിക്ക് എൻ്റെ വീടിൻ്റെ അടുത്ത് വേണം, അല്ലെങ്കിൽ അങ്ങനെ നിർബന്ധമുള്ളവർ മാത്രം അറേഞ്ച്മെൻറ്റിൽ മാറ്റം വരുത്തിയാൽ മതി, അല്ലാത്തവർ ഈ ഓർഡറിൽ തന്നെ കൊടുക്കാം. ഇനി ഇതിൽ നിങ്ങൾക്ക് ഒരു 6th പൊസിഷനിലൊക്കെ ആയിട്ട് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് ആഡ് ചെയ്യാം. മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുമ്പോൾ അത് ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കോളേജാണ്. അതുകൊണ്ടാണ് ഈ ലിസ്റ്റിൽ ഞാനത് പ്ലേസ് ചെയ്യാത്തത്. പക്ഷേ അത് നമ്മൾ റാങ്കിങ് എടുത്താൽ ഒരു 5th 4th ആയിട്ട് വരും. നല്ല പ്ലേസ്മെൻ്റ് ഉള്ള കോളേജാണ്. അപ്പോൾ ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കോളേജ് ആയതുകൊണ്ട് തന്നെ അവിടെ ഫീസ് ഉണ്ട്. അവിടെ മെറിറ്റ് സീറ്റ് ആണെങ്കിൽ 40,000 ഫീസ് വരുന്നുണ്ട്, മാനേജ്മെൻറ്റ് സീറ്റ് ആണെങ്കിൽ 65,000 ഫീസ് വരുന്നുണ്ട്. അപ്പോൾ ആ ഫീസ് കൊടുക്കാൻ റെഡിയുള്ളവരാണെങ്കിൽ ഇതേപോലുള്ള നല്ല കോസ്റ്റ് ഷെയറിംഗ് കോളേജുകളും ഇതിൻ്റെ ഇടയിലോട്ട് ആഡ് ചെയ്യാം. ഗവൺമെൻറ് ആകുമ്പോൾ നമുക്ക് ചെറിയ ഫീസേ വരുള്ളൂ. അപ്പോൾ അതും കൂടെ പിന്നെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കോളേജ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നിങ്ങളെ റാങ്ക് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു 450 ആണെന്ന് വിചാരിക്കാം.
അപ്പോൾ 450 ആണെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കും. ഞാൻ അതിന്റെ PDF ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും എനിക്ക് CET-യിലോ തൃശ്ശൂരൊന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒന്നും കൂടെ കിട്ടാൻ ചാൻസ് ഉള്ള കോളേജ് ഞാൻ ആദ്യം കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ NSS ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യരുത്. ഇപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ കുട്ടി ഫസ്റ്റ് ഓപ്ഷൻ NSS കൊടുത്തു, പിന്നെ സെക്കൻഡ് ഓപ്ഷൻ കണ്ണൂർ കൊടുത്തു, ഇനി തേർഡ് ഓപ്ഷൻ തൃശ്ശൂർ കൊടുത്തു. അപ്പോൾ ആ കുട്ടി ചിന്തിച്ചാൽ എന്താണ്, എൻ്റെ റാങ്ക് കുറവായതുകൊണ്ട് നല്ല കോളേജുകൾ ആദ്യം കൊടുക്കുന്നില്ല. പിന്നെ ഫോർത്ത് ഓപ്ഷൻ കൊല്ലം കൊടുത്തു, ഫിഫ്ത്ത് ഓപ്ഷൻ CET കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാനുള്ള പ്രശ്നം എന്താണ്? ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തത് NSS ആണ്, സെക്കൻഡ് ഓപ്ഷൻ കൊടുത്തത് കണ്ണൂരാണ്, തേർഡ് ഓപ്ഷൻ കൊടുത്തത് തൃശ്ശൂരാണ്, ഫോർത്ത് ഓപ്ഷൻ കൊടുത്തത് TKM ആണ്, ഫിഫ്ത്ത് ഓപ്ഷൻ ഈ കുട്ടി കൊടുത്തത് TBE ആണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ അലോട്ട്മെന്റ് പ്രോസസ്സ് എങ്ങനെയാണ്? ഫസ്റ്റ് റാങ്കാരനെ ആദ്യം എടുക്കും, റാങ്ക് വെച്ചിട്ടാണ് അലോട്ട്മെന്റ്. അപ്പോൾ ഫസ്റ്റ് റാങ്കാരനെ എടുത്തിട്ട് അയാൾ കൊടുത്ത ഫസ്റ്റ് ഓപ്ഷൻ ഏതാണോ അവിടെ പ്ലേസ് ചെയ്യും. ഇതേപോലെ സെക്കൻഡ് റാങ്ക് ഉള്ള സ്റ്റുഡന്റിനെ എടുക്കും, തേർഡ് റാങ്ക്, ഫോർത്ത് റാങ്ക്. ഇപ്പോൾ ഒരു 100 റാങ്ക് എത്തുന്ന സമയത്ത് അപ്പോൾ 99 ആൾക്കാരെ അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടാണ് 100ാമനിലോട്ട് വരിക. അപ്പോൾ 100ാമത്തെ ആൾ കൊടുത്ത് ഫസ്റ്റ് ഓപ്ഷൻ ചെക്ക് ചെയ്യും. അതിൽ സീറ്റ് ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി സെക്കൻഡിലോട്ട് വരും, ഇല്ലെങ്കിൽ തേർഡിലോട്ട് വരും, ഇല്ലെങ്കിൽ ഫോർത്തിലോട്ട് വരും. അപ്പോൾ ഇതേപോലെ 449 ആൾക്കാരെ പ്ലേസ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരിക, 450ാമത്തെ റാങ്കിലോട്ട് വരിക. അപ്പോൾ 450ാമത്തെ റാങ്ക് എത്തുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, തൃശ്ശൂരോ TKM-ലോ സീറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ അവിടെ കിട്ടില്ല. കാരണം എന്താണ്? 450ാമത്തെ റാങ്ക് കിട്ടിയ കുട്ടി പറഞ്ഞത് എന്താണ്? എനിക്ക് ആദ്യം എൻ്റെ ചെക്ക് ചെയ്യേണ്ടത് NSS-ൽ സീറ്റ് ഉണ്ടോന്നാണ്. അതായത് NSS ആണ് എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ്. അപ്പോൾ NSS-ൽ സീറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ ഈ കുട്ടിക്ക് സീറ്റ് കിട്ടും. പിന്നെ ഈ താഴത്തെ ഓപ്ഷൻ ഒന്നും നോക്കില്ല. ഇനി NSS-ൽ ഇല്ലെങ്കിൽ എവിടെ വരും? കണ്ണൂർ വരും. ഇപ്പോൾ കണ്ണൂർ ഉണ്ടെങ്കിൽ അവിടെയാണ് സീറ്റ് കൊടുക്കുക. അപ്പോൾ താഴെയുള്ള ഓപ്ഷൻസ് എല്ലാം ഡിലീറ്റ് ആവും. അപ്പോൾ ഇത് ചില വർഷങ്ങളിൽ ട്രയൽ അലോട്ട്മെന്റ് ഉണ്ടാവാറില്ല, ഫസ്റ്റ് അലോട്ട്മെന്റ് ഡയറക്റ്റ് ആണ് വരിക. അപ്പോൾ ഇത് ഡയറക്റ്റ് ഡിലീറ്റ് ആയി പോകും. ഇപ്പോൾ ട്രയൽ അലോട്ട്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടും ഇത് കംപ്ലീറ്റ് റീഅറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. പക്ഷെ അത് നമുക്ക് ട്രയൽ അലോട്ട്മെന്റിൽ ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ ട്രയൽ അലോട്ട്മെന്റ് ഇല്ല എന്ന് വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റ് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന നല്ല കോളേജുകൾ ആദ്യം പ്ലേസ് ചെയ്യാം. ഈ 450 കിട്ടിയ റാങ്ക് കിട്ടിയ കുട്ടിക്ക് എന്താ സംഭവിച്ചത്? തൃശ്ശൂർ സീറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ തൃശ്ശൂർ കിട്ടിയില്ല, NSS-ലാണ് കിട്ടിയത്. കാരണം കുട്ടി എന്താ ചെയ്തത്? എനിക്ക് കഴിഞ്ഞ വർഷമൊക്കെ നോക്കുമ്പോൾ NSS-ലാണ് കിട്ടുന്നത്, അതുകൊണ്ട് ഞാൻ NSS ആദ്യം കൊടുക്കുകയാണ്, അല്ലെങ്കിൽ കണ്ണൂർ കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക? താഴെയുള്ള ഇതെല്ലാം ഡിലീറ്റ് ആയി പോകും. പിന്നെ തേർഡ് അലോട്ട്മെന്റിലും പിന്നെ സെക്കൻഡ് അലോട്ട്മെന്റിലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പുതിയ കോളേജ് ആഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈ ഉള്ള കോളേജ് റീഅറേഞ്ച് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ നല്ല കോളേജുകൾ ആദ്യം കൊടുക്കുക. നമ്പർ 1 CET കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം TBE, നമ്പർ 2 തൃശ്ശൂർ, നമ്പർ 3 TKM, നമ്പർ 4, നമ്പർ 5, നമ്പർ 6, അങ്ങനെ നല്ല നല്ല കോളേജുകൾ ആദ്യം കൊടുക്കുക. അപ്പോൾ റാങ്ക് കുറവാണെങ്കിൽ ഈ രീതിയിൽ തന്നെ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ റാങ്ക് എത്തുന്ന സമയത്ത് എല്ലായിടത്തും ഒരു ചെക്കിംഗ് വരും. ഇവിടെ നിങ്ങളുടെ റാങ്കിന് സീറ്റ് ഉണ്ടോ, ഇവിടെ നിങ്ങളുടെ റാങ്കിന് സീറ്റ് ഉണ്ടോ, അങ്ങനെ നോക്കിയിട്ട് സീറ്റ് ഇല്ലെങ്കിൽ താഴോട്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് താഴോട്ട് വന്നോളും. ഓക്കെ, അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ വേറെ അഡ്വാൻറ്റേജ് എന്താണ്? ഇപ്പോൾ നിങ്ങളിവിടെ ഒരു 6th ആയിട്ടാണ് അല്ലെങ്കിൽ 7th ആയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്തത്? NSS അല്ലെങ്കിൽ കണ്ണൂർ കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഓപ്ഷൻസ് അവിടെ തന്നെ ഉണ്ടാവും, ഇതെവിടെയും പോവില്ല. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്താണ് സെക്കൻഡ് അലോട്ട്മെന്റിലും തേർഡ് അലോട്ട്മെന്റിലും ഇതിലോട്ട് വീണ്ടും കൊടുക്കാം. അതായത് ഇത് റീഅറേഞ്ച് ചെയ്യാം, ഇതിൽ വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, അതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ഓർത്തിരിക്കുക. റാങ്ക് കുറവാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ടോപ്പ് കോളേജുകൾ കൊടുക്കാതിരിക്കരുത്. 450 ആണെങ്കിലും 1000 ആണെങ്കിലും 1500 ആണെങ്കിലും ഒക്കെ എന്ത് ചെയ്യുക? ടോപ്പ് കോളേജുകൾ ആദ്യം തന്നെ കൊടുക്കുക. ഓക്കെ, ഇനി എങ്ങനെയാണ് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നിങ്ങൾ LBSന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങളെ പ്രൊഫൈലിൽ ഇമെയിൽ ID പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക. അപ്പോൾ നിങ്ങളെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം കോളേജ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കോളേജ് ഓപ്ഷൻസ് കൊടുക്കാൻ നമുക്ക് ഇവിടെ 2 ഓർഡർ കാണാം. ഗീവ് ഓപ്ഷൻ കോളേജ് വൈസ്, ഗീവ് ഓപ്ഷൻ കോഴ്സ് വൈസ്. രണ്ടിലും സെയിം തന്നെയാണ്. എല്ലാ കോളേജുകളും എല്ലാ കോഴ്സുകളും കാണിക്കും. അതായത് ഇവിടെ നിങ്ങൾ കോളേജ് പ്രിഫർ ചെയ്യുന്നവർ ഇത് വെച്ചിട്ട് ചെയ്യണം നല്ലത്. ഇനി നിങ്ങൾ കോഴ്സ് നോക്കുന്നവർ ഇത് വെച്ചിട്ട് ചെയ്യാം. ഇത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇവിടെ കോളേജ് വൈസിൽ ഇപ്പോൾ ഞാനിവിടെ നോക്കിക്കഴിഞ്ഞാൽ കോളേജാണ്. അപ്പോൾ ഇവിടെ കോളേജിന്റെ കോഡല്ല, കോളേജിന്റെ പേരാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് കറക്റ്റ് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും കോളേജിൽ ഇത് ആ കോളേജ് തന്നെയാണോ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്യുക. അപ്പോൾ ഇവിടെ കേരളത്തിലെ നമ്പർ 1 എഞ്ചിനീയറിംഗ് കോളേജ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം എന്ന് പറഞ്ഞിട്ടാണുള്ളത്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം. അപ്പോൾ ആൽഫബറ്റിക് ഓർഡറിലാണ്. അപ്പോൾ നിങ്ങൾക്ക് CL എടുത്തു കഴിഞ്ഞാൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം ഇവിടെ കാണാം. ഇതാണ് CET. ഇനി ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്? കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഇനി ഓപ്ഷൻ ആഡ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നതോടുകൂടി എന്തായി? ഇവിടെ സൈഡിൽ യുവർ പ്രിഫറൻസ് ലിസ്റ്റ് ഫോർ ദ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞ് കാണാം. ഇനി അടുത്ത ഇത് ആഡ് ചെയ്യാണ്. ഞാൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്
ട്രിവാൻഡ്രം. അവിടെ തന്നെ ഞാൻ എന്ത് ചെയ്യാണ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനും കൂടെ കൊടുക്കുകയാണ്, ആഡ് ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ നിങ്ങൾ ഒരു ബ്രാഞ്ച് മാത്രമാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത കോളേജിലോട്ട് പോവുക, തൃശ്ശൂരിലോട്ട് പോവുക. ഇനി CET തന്നെ നിങ്ങൾ ഒന്നിലധികം ബ്രാഞ്ചുകൾ നോക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ പറഞ്ഞു, നിങ്ങൾ ആദ്യം തന്നെ ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചിട്ട് വേണം ഇത് കൊടുക്കാൻ. ഇത് നമ്മൾ നേരെ അക്ഷയയിലോട്ട് അല്ലെങ്കിൽ നേരെ കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ അപ്പം ഇങ്ങനെ തീരുമാനിച്ചിട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും മിസ്സാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മണിക്കൂർ സമയം എടുത്താലും നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, നിങ്ങളൊരു പേപ്പറിൽ ഇത് എഴുതിയെടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ ടൈപ്പ് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ അക്ഷയ CSC സെന്ററിലൊക്കെ പോയിട്ട് ഓപ്ഷൻസ് കൊടുക്കും. മറ്റേ നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് അപ്പോൾ നമ്മൾ 1 2 3 എന്ന് പറഞ്ഞ ഓർഡർ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് പല കാര്യങ്ങളും മിസ്സാവും, ഓർഡറൊക്കെ തെറ്റും. ഇനി ഞാൻ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിൽ അടുത്ത ഓപ്ഷൻ കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ എന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകൾ കാണാം. ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആഡ് ഓപ്ഷൻ കൊടുത്തു. ഇവിടെ 1 2 3 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം. ഇനി അടുത്ത വീണ്ടും ഞാൻ എന്ത് ചെയ്യാണ്, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിലെ സൈബർ ഫിസിക്കൽ സിസ്റ്റം ആഡ് ചെയ്യാണ്. അപ്പോൾ 4th ഓപ്ഷനായിട്ട് അത് കൊടുത്തു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, സൈബർ സിസ്റ്റം ഇതൊക്കെ എല്ലാ കോളേജിലും അവൈലബിൾ അല്ല. അപ്പോൾ അത് ആ കോളേജുകൾ പെട്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ കോഴ്സ് വൈസിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്. അപ്പോൾ ഇവിടെ ഈ ഫുൾ ഫീ എന്ന് പറഞ്ഞ് കാണുന്നത് GCSലെ മാനേജ്മെന്റ് സീറ്റാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ നിങ്ങൾ മൈൻഡിൽ വേണം, ഈ ഫുൾ ഫീ എന്ന് പറഞ്ഞ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അത് അവൈലബിൾ ആയിട്ടുള്ള കോളേജുകൾ ഇവിടെ കാണാം. അപ്പോൾ ഞാനിവിടെ റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നോക്കുകയാണ്. അപ്പോൾ ഇവിടെ റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇനി ഈ ഒരു കോഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കോളേജുകളുടെ ലിസ്റ്റ്. അപ്പോൾ ഇത് RITയിൽ മാത്രമേ ഉള്ളൂ, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോട്ടയം. അപ്പോൾ ഇതെനിക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കോളേജ് വൈസ് അല്ലെങ്കിൽ കോഴ്സ് വൈസിലോ നിങ്ങൾ നോക്കുക. അപ്പോൾ കോളേജ് വൈസിലോ എല്ലാം സെയിം തന്നെയാണ്, രണ്ടും സെയിം തന്നെയാണ്. ഇപ്പുറത്ത് നിങ്ങൾ ആഡ് എന്ന് കൊടുക്കുമ്പോൾ ഈ സൈഡിൽ ഓപ്ഷൻസ് വരും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് അലോട്ട്മെന്റ് നടക്കുക. അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻസ് കൊടുക്കുക. ഇങ്ങനെ എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. നമുക്ക് എത്ര ഓപ്ഷൻസും കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കൊടുത്ത ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ CETയിൽ കമ്പ്യൂട്ടർ സയൻസ് ആണ്. അത് കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിന് പോകും, ഓക്കെയാണ്. ഇനി അതല്ല, എനിക്ക് CETയിൽ ഇലക്ട്രോണിക്സ് കിട്ടിയാലും ഞാൻ പോവും. ഇനി അതല്ല, എനിക്ക് തൃശ്ശൂരിൽ കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയാലും ഞാൻ പോകും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ എല്ലാ ഓപ്ഷനും ഒന്നും കൂടെ നേടണം, ഒന്നും കൂടെ ഓടിച്ച് വായിച്ച് നോക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഇനി സംഭവിക്കാൻ പോകുന്ന വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് കിട്ടുന്നത് സെക്കൻഡ് ഓപ്ഷൻ കിട്ടിയെന്നിരിക്കുക, നല്ല റാങ്കുള്ള ഒരു കുട്ടിക്ക് സെക്കൻഡ് ഓപ്ഷൻ കിട്ടി. അപ്പോൾ ഈ കുട്ടി പറയുകയാണെങ്കിൽ എനിക്ക് സാറേ ഇലക്ട്രോണിക്സ് വേണ്ട, എനിക്ക് തൃശ്ശൂരിൽ കമ്പ്യൂട്ടർ സയൻസ് മതി. പക്ഷെ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം നമ്മൾ സെക്കൻഡ് ഓപ്ഷനായിട്ട് CETയിൽ ഇലക്ട്രോണിക്സ് കൊടുത്തു. പിന്നെ നമുക്ക് തേർഡ് ഓപ്ഷനിലോട്ട് പോകാൻ പറ്റില്ല അലോട്ട്മെന്റ് കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ എന്താണ്, എനിക്ക് ആ ബ്രാഞ്ച് വേണ്ട, എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് തൃശ്ശൂരായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എനിക്ക് TKMലായാലും കുഴപ്പമില്ല, എനിക്ക് ഇലക്ട്രോണിക്സ് വേണ്ട. അപ്പോൾ ഇതൊക്കെ എല്ലാ വർഷവും സംഭവിക്കുന്നതാണ്. അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് എന്നെ വിളിക്കും, സാറേ എനിക്ക് തേർഡ് ഓപ്ഷൻ വേണ്ട, എനിക്ക് 4th ഓപ്ഷൻ മതി. അപ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് തേർഡിനെക്കാളും പ്രിഫറൻസ് 4th ആണെങ്കിൽ അത് മുകളിൽ കൊടുക്കണ്ടേ? അല്ലെങ്കിൽ ഇതേപോലെ പിന്നെ ബ്രാഞ്ച് വെച്ചിട്ടും പറയും, സാറേ എനിക്ക് സിവിൽ വേണ്ട, അല്ലെങ്കിൽ എനിക്ക് എൻവിറോൺമെന്റൽ എഞ്ചിനീയറിംഗ് വേണ്ട, എനിക്ക് സിവിൽ മതി. അപ്പോൾ അത് പക്ഷെ ഞാൻ കൊടുത്തപ്പോൾ അത് ആദ്യം കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് ഇനി എന്താ ചെയ്യുക? അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നാൽ പിന്നെ നമുക്ക് താഴെയുള്ള ഓപ്ഷൻസ് മുകളിലോട്ട് കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളെ മൈൻഡിൽ വേണം. എല്ലാ ഓപ്ഷനും കൊടുക്കുമ്പോൾ ഇത് ഞാൻ കിട്ടിയാൽ എന്തായാലും പോകും, രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ കിട്ടിയാൽ എന്തായാലും പോകും. അല്ലാതെ വെറുതെ തമാശക്ക് ഒരു ഓപ്ഷനാണ് ഇത്, ജസ്റ്റ് ഒന്ന് ഇവിടെ പ്ലേസ് ചെയ്യാം, എനിക്ക് കിട്ടൂല എന്നാലും പ്ലേസ് ചെയ്യാം, ആ ഒരു ചിന്തയിൽ ഓപ്ഷൻ കൊടുക്കരുത്. എപ്പോഴും നിങ്ങൾ ഫുള്ള് കൊടുത്തതിന് ശേഷം ചിന്തിക്കുക, ഫസ്റ്റ് ഓപ്ഷൻ ഇതാണ്, കിട്ടിയാൽ എന്തായാലും പോകും, സെക്കൻഡ് ഓപ്ഷൻ ഇതാണ്, ഇതും കിട്ടിയാൽ പോകും. അങ്ങനെ ആ ഒരു രീതിയിൽ വേണം കൊടുക്കാൻ. മറ്റേത് അലോട്ട്മെന്റ് വന്നതിന് ശേഷം അത് വേണ്ട ഇത് വേണ്ട എന്ന് പറയരുത്. അപ്പോൾ ഈ കാര്യം കൂടെ നിങ്ങളെ മൈൻഡിൽ വേണം. എന്നിട്ട് ഇവിടെ അപ്ഡേറ്റ് ആൻഡ് സേവ് എന്ന് കൊടുക്കുക. അപ്പോൾ അത് സേവ് ആവും. ഇനി സബ്മിറ്റ് കൊടുത്താൽ പിന്നെ നമുക്ക് ചിലപ്പോൾ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സബ്മിറ്റ് നിങ്ങൾ എല്ലാം ഫൈനൽ ആയതിനു ശേഷം കൊടുത്താൽ മതി. പിന്നെ സബ്മിറ്റ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഓപ്ഷൻസ് എല്ലാം കൊടുത്തു, എന്നിട്ട് സബ്മിറ്റ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ നിങ്ങളെ പരിഗണിക്കില്ല. അപ്പോൾ ഇത് സബ്മിറ്റും കൂടെ ചെയ്യണം. അപ്പോൾ നിങ്ങൾ എല്ലാം ഫൈനൽ ചെയ്തിട്ട് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ പിന്നെ നമ്മൾ കൂടുതലും ചിന്തിക്കാൻ പോകേണ്ട, അപ്ഡേറ്റ് ആൻഡ് സേവ്, സബ്മിറ്റ്. മറ്റേ നമ്മൾ കുറച്ച് പിന്നെ കോളേജുകൾ കൊടുക്കും, പിന്നെ നമ്മൾ നാളെ കുറച്ച് കോളേജുകൾ കൂടെ ആഡ് ചെയ്യും, പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മളിത് മറക്കും, പിന്നെ സബ്മിറ്റ് ചെയ്യില്ല. അപ്പോൾ പിന്നെ ആയിരിക്കും നമ്മളിതിൻ്റെ അലോട്ട്മെന്റ് വന്നു, നമ്മളെ പേര് ഇതിലില്ല എന്നൊക്കെ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട്, അപ്പോൾ അത് ഒരു ദിവസം എടുത്താലും വേണ്ടില്ല, എല്ലാം റെഡി ആക്കിയതിന് ശേഷം നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുക, എന്നിട്ട് അത് സബ്മിറ്റ് ചെയ്യുക. ഇനി ഇവിടെ വെച്ചിട്ട് തന്നെ ഇത് റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ എനിക്ക് ഇവിടെ ഇപ്പോൾ പ്രിഫറൻസ് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ 3ഉം പിന്നെ ഇവിടെ 2ഉം കൊടുത്തു കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ആൻഡ് സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇതിപ്പോൾ ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ, സെക്കൻഡ് ഓപ്ഷൻ എന്ത് വന്നു, തൃശ്ശൂർ വന്നു. അങ്ങനെ ഇവിടെ പ്രിഫറൻസ് നമ്പർ ചേഞ്ച് ചെയ്യാം. ഇനി ഇവിടെ ഏതെങ്കിലും ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ സൈബർ ഫിസിക്കൽ സിസ്റ്റം വേണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ആക്കി കഴിഞ്ഞാൽ അത് പോകും. പിന്നെ നമ്മൾ അപ്ഡേറ്റ് ആൻഡ് സേവ് എന്ന് കൊടുക്കുന്ന സമയത്ത് അത് പിന്നെ
1 2 3 4 എന്ന് പറഞ്ഞാൽ അത് ഓർഡറിൽ റിഫ്രഷ് ആകുമ്പോൾ അത് 1 2 3 4 എന്ന് പറഞ്ഞാൽ ഓർഡറിൽ വരും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ വേണം ഓപ്ഷൻസ് കൊടുക്കാൻ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ഇന്നോവേഷൻസിലെ ബിടെക് ലെറ്റ് 2026 ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും. അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ എൻ്റെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഒരു സെൻട്രൽ അഡ്മിഷൻ എടുക്കുമ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണ്, എല്ലാ കോഴ്സിനും അല്ലേ ഒരുപാട് ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ പരസ്യങ്ങൾ അല്ലെ പല രീതിയിലുള്ള പരസ്യങ്ങളും നിങ്ങൾ കാണും. എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ നിങ്ങൾ പരസ്യം കണ്ടിട്ട് മാത്രം കോഴ്സിന് ജോയിൻ ചെയ്യരുത്. ഇതിപ്പോൾ ഞാൻ മെയിനായിട്ട് പറയുന്നത് അടുത്ത വർഷത്തെ ലെറ്റ് എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിനോടാണ്. നമ്മളൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുന്ന സമയത്ത് റിസൾട്ടും പിന്നെ അവിടെയുള്ള സ്റ്റുഡൻസിനോട് ചോദിക്കണം, അവിടുത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, പിന്നെ അവിടെ നിങ്ങൾക്ക് ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞിരുന്നുണ്ടോ, അവിടെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ഫോൺ എടുക്കാറുണ്ടോ, വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ കിട്ടാറുണ്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അന്വേഷിച്ചിട്ട് വേണം ഒരു കോഴ്സിന് ചേരാൻ. അതിനിപ്പോൾ ലെറ്റ് മാത്രമല്ല, ഏത് കോഴ്സാണെങ്കിലും സോഷ്യൽ മീഡിയയുടെ കാലമായതുകൊണ്ട് തന്നെ ചറപറ പരസ്യങ്ങളാണ് പിന്നെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും. അത് ലെറ്റിൻ്റെ മാത്രമല്ല എല്ലാത്തിൻ്റെ. അപ്പോൾ ആ വെറും പരസ്യങ്ങൾ മാത്രം കണ്ട് നിങ്ങൾ ഏതൊരു കോഴ്സിനും, ഇത് ലെറ്റ് ആയിക്കോട്ടെ ഏതായിക്കോട്ടെ, ഏതൊരു കോഴ്സിനും നിങ്ങൾ ജോയിൻ ചെയ്യരുത്. അവിടുത്തെ റിസൾട്ട്, അവിടുത്തെ ഫാക്കൽറ്റീസ്, എത്ര വർഷമായിട്ടാണ് ആ കോച്ചിങ് സെൻ്റർ ഉള്ളത്, ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്റ്റുഡൻസിന് വേണ്ട എന്താണ്, ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടാണ്. അവർ ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു കൊടുക്കണം. എന്തെങ്കിലും കാര്യങ്ങൾ അവർ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് അവർ പറഞ്ഞു തരുന്നുണ്ടോ. അപ്പോൾ ആ ഒരു കാര്യം കൂടെ അതൊക്കെ നിങ്ങൾക്ക് ഇന്നോവേഷൻസ് നിന്ന് കിട്ടുമ്പോൾ നിങ്ങൾ അവിടുത്തെ സീനിയേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും. അപ്പോൾ ലെറ്റ് 2026 പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ക്യുസാറ്റ് ലെറ്റിൻ്റെ കോച്ചിങ്ങും അവൈലബിൾ ആണ്, KTU ബിടെക് ലെറ്റിൻ്റെ കോച്ചിങ്ങും അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാ വർഷത്തെയും റിസൾട്ട് എടുത്തു കഴിഞ്ഞാൽ ഓൾ കേരള ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക് എല്ലാം ഇന്നോവേഷൻസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്കാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ലെറ്റാണ്. ലെറ്റുമായി ബന്ധപ്പെട്ട എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് തന്നെ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ ക്യുസാറ്റ് ബിടെക് ലെറ്റിൽ നമുക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയത് ആദിൽ അഷ്റഫിനാണ്. ആദിൽ അഷ്റഫിന് KTU ബിടെക് ലെറ്റിന് ഫസ്റ്റ് റാങ്ക് ആണ്. പിന്നെ ക്യുസാറ്റ് ബിടെക് ലെറ്റിന് സെക്കൻഡ് റാങ്ക് കിട്ടിയത് ദിജിൽ KK. ദിജിൽ KTU ബിടെക് ലെറ്റിന് 13ാം റാങ്ക് ആണ്. പിന്നെ സയ്യിദ് മുഹമ്മദ് NMനാണ് ക്യുസാറ്റിൽ തേർഡ് റാങ്ക് കിട്ടിയത്. സയ്യിദ് മുഹമ്മദ് ക്യുസാറ്റ് മാത്രം നോക്കി കോച്ചിങ് എടുത്ത സ്റ്റുഡൻ്റ് ആണ്. അവന് KTU എഴുതിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ക്യുസാറ്റിലോട്ട് പോകാനാണ് നിങ്ങൾക്ക് താല്പര്യം, ക്യുസാറ്റിൻ്റെ മെയിൻ ക്യാമ്പസിൽ ബിടെക് ചെയ്യാനാണ് നിങ്ങൾക്ക് ആഗ്രഹം, അല്ലെങ്കിൽ CET തൃശ്ശൂർ പോലെയുള്ള ടോപ്പ് ഗവൺമെൻറ് കോളേജുകളിലാണ് നിങ്ങൾക്ക് ബിടെക് ചെയ്യാൻ ആഗ്രഹം, ഏതാണെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റാങ്ക് കിട്ടും. നല്ല റാങ്ക് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഇന്നോവേഷൻസിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ട A to Z കാര്യങ്ങൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ KTU ബിടെക് ലെറ്റ് ഈ വർഷത്തെ റിസൾട്ട് വന്നപ്പോൾ ആദ്യ 10ൽ 10 പേരും ആദ്യ 20ൽ 20 പേരും ഇന്നോവേഷൻസിലെ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഇങ്ങനെ റാങ്ക് കിട്ടിയാൽ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് ഒന്നും കൊടുക്കണ്ട, കുറച്ച് ഓപ്ഷൻസ് കൊടുത്താൽ മതി, ടോപ്പ് കോളേജുകളിൽ തന്നെ നമുക്ക് അഡ്മിഷൻ കിട്ടും. അപ്പോൾ അടുത്ത വർഷത്തെ കോഴ്സിന് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ഡയറക്റ്റോ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടോ പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു.